ബാല്യകാല സ്മരണകൾ ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണിത്. ഈ നാട്ടിൻ പുറത്താണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം എല്ലാം ചെലവഴിച്ചത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ തൊടിയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ മരങ്ങളും ഇവിടെ ഇപ്പോൾ തെങ്ങ്, കമുക് ഇങ്ങനത്തെ കാര്യങ്ങളും ധാരാളമായിട്ടുള്ള ഈ വൃക്ഷങ്ങൾ, ഇപ്പം മാവാണെങ്കിലും പ്ലാവാണെങ്കിലും ഇതെല്ലാം കണ്ട് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഇവിടെ ഒരു കുളമുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ തോടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇവിടെ ഞാൻ മീൻ പിടിക്കാനൊക്കെ തോട്ടിൽ ഇങ്ങനെ തോർത്തുമായിട്ട് പോയിട്ട് മാനത്ത് കണ്ണി മീനിനെയൊക്കെ പിടിച്ച് ഹോർലിക്സ് കുപ്പിയിലൊക്കെ നിറച്ച് കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ഈ കുളത്തിലൊക്കെ ആമ്പൽ കുളമാണ്, നല്ല രസമുള്ള ഒരു എന്താ പറയുക ആ ഒരു അന്തരീക്ഷമാണിത്. അപ്പോൾ അവിടേക്കൊരു തിരിച്ചുവരവും കൂടിയാണ് ഈ ഓണക്കാലം. പച്ച പുതച്ച് കിടക്കുന്ന ഈ നാട്ടുവഴികളെല്ലാം എനിക്ക് വളരെ സുപരിചിതമാണ്. കാര്യം ഞാൻ ഒരുപാട് നടന്ന വഴികളാണ് ഇതൊക്കെ. ഞാനിങ്ങനെ നടന്ന് എൻ്റെ ആമ്പൽക്കുളം തേടി വന്നിരിക്കുകയാണ്. ആമ്പൽക്കുളമെല്ലാം അതുപോലെ തന്നെയുണ്ട്, മനോഹരമായ ആമ്പലെല്ലാം പൂത്ത് കിടക്കുന്നു. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നാട്ടിൻ പുറത്തിൻ്റെ വിശുദ്ധി. ശരിക്കും ഇങ്ങനെയുള്ള കാഴ്ചകൾ ഒരുപക്ഷെ നമ്മൾ സിനിമകളിലും പിന്നെന്താ പറയുക ഈ പുസ്തകങ്ങളിലുമൊക്കെ വായിച്ച് അതിങ്ങനെ നമ്മളിങ്ങനെ സങ്കല്പിക്കാറാണ് പതിവ്. പക്ഷേ ഇതുപോലെയുള്ള വിശുദ്ധമായ ഗ്രാമങ്ങൾ കേരളത്തിൽ ഒരുപാടുണ്ട്. നമ്മളത് തേടിയെത്തണം എന്ന് മാത്രം. അപ്പോൾ ഇവിടെയെല്ലാം എത്ര പ്രാവശ്യം എന്തോരം ആമ്പൽ പറിച്ച് നടന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ആമ്പലിനെ പറിക്കാൻ തോന്നുന്നില്ല, കാര്യം എത്ര ഭംഗിയായിട്ട് നിൽക്കുമല്ലോ. കുളക്കടവിൽ നിന്നും ഞാൻ നേരെ എത്തിയിരിക്കുന്നത് പച്ചക്കറി തോട്ടത്തിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഈ ഗ്രാമത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ വയലുകളും ഇതും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിപ്പോൾ ഈ ഓണത്തിനോടനുബന്ധിച്ചുള്ള കൃഷിയാണിത്. ഇത് കംപ്ലീറ്റ് വെജിറ്റബിൾസ്, പലതരം പച്ചക്കറികൾ, നാടൻ പച്ചക്കറികൾ കണ്ടില്ലേ. പടവലങ്ങ പന്തലിട്ട് നിൽക്കുകയാണ്. പന്തലിലാണ് ഇങ്ങനെ തൂങ്ങി വളർന്ന് കിടക്കുക. അപ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് കുഞ്ഞി നടക്കണം. നടുക്ക് ഇങ്ങനെ ചാലുണ്ട്, ഈ ഓരോ വരമ്പത്ത് പോലെ ഇങ്ങനെ സൈഡിൽ ഇതിൽ വെള്ളം കിട്ടാനായിട്ട് ചാല് വെട്ടി ചെറിയ അരുവി പോലെ. പിന്നെ തൂങ്ങി കിടക്കുന്ന ഇത് വിളവെടുക്കാറായി കഴിഞ്ഞ് കുറേയല്ല ഇങ്ങനെ പടവലങ്ങകളുടെ ഒരു നിര തന്നെ കാണും. ഇവിടെ പല സൈസിന് ഉള്ള പടവലങ്ങ റെഡിയാണ്, ചെറുതും വലുതുമെല്ലാം. നല്ല സൈസ് ഒത്തതാണെങ്കിൽ നല്ല നീളം വയ്ക്കുന്നുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇതെല്ലാം പറിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ ഓണസദ്യ കേമമാക്കാം. എല്ലാം നാടൻ പച്ചക്കറികൾ തന്നെ. ആവശ്യത്തിന് പടവലങ്ങയൊക്കെ പറിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത വെള്ളരിക്ക തോട്ടത്തിലേക്ക് കയറിയിരിക്കുകയാണ്. കുറച്ച് വെള്ളരിക്കയും വേണം. ഇഷ്ടംപോലെ കാഴ്ച കിടക്കുന്നുണ്ട് നമ്മുടെ തോട്ടത്തിൽ. വെള്ളരിക്കയൊക്കെ പറിച്ചു. ആവശ്യത്തിൽ കൂടുതൽ ഇനിയും പറിക്കാൻ പോവാണ്. കാര്യം നമ്മളിതെല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു പ്രഥമനും നമുക്ക് വെള്ളരിക്കയിൽ തയ്യാറാക്കാം. അത് ഒരു പരീക്ഷണമാണ്, എന്നാലും നോക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഒരു വാഴത്തോപ്പിലേക്ക് കയറിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് സദ്യയ്ക്ക് വേണ്ട ഇലയൊക്കെ വേണ്ടേ, സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് കുറച്ച് ഇല വെട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ കുറച്ച് ഇല വെട്ടൽ കാര്യത്തിനായിട്ട് ഇറങ്ങിയതാണ്. സദ്യയ്ക്ക് വേണ്ട ഇലയും നമുക്ക് നാട്ടിൻപുറങ്ങളിലാണെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങേണ്ട, നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ നമുക്ക് പറിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ കൃഷി സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഗ്രാമങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പച്ചക്കറികളാണ് നഗരങ്ങളിലെ മാർക്കറ്റുകളിൽ എത്തുന്നത്. അപ്പോൾ ചന്തയിലൊക്കെ പോയാലെല്ലാം കിട്ടുന്ന പച്ചക്കറികൾ ഇങ്ങനെ നാടനായിട്ട് കൃഷി ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു ഗ്രാമത്തിൻ്റെ വിശുദ്ധിയുടെ ഭാഗമാണ്. നമുക്ക് കിട്ടുന്ന ഈ ഒരു എന്താ പറയുക, നമ്മുടെ തൊടിയിലിറങ്ങി തന്നെ നമുക്ക് പച്ചക്കറി പറിക്കാം, ഇല വെട്ടാം, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാനിപ്പോൾ സദ്യയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ സദ്യയ്ക്ക് വേണ്ട ഇലകളുമായി ഞാൻ വാഴത്തോപ്പിൽ നിന്ന് എത്തിക്കഴിഞ്ഞു. നോക്കൂ, ഇവിടെ കംപ്ലീറ്റ് ഒരുക്കങ്ങളാണ്. സദ്യയ്ക്ക് വേണ്ടി നല്ല ഗംഭീരമായൊരു സദ്യയ്ക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടക്കുന്നു. അരി ഇടിക്കുന്നു, അരിയാട്ടുന്നു, പച്ചക്കറിയെല്ലാം അരിഞ്ഞു കൂട്ടുന്നു. എനിക്കുമുണ്ട് ജോലി. എൻ്റെ ജോലിക്കായിട്ട് ഉരുളിയെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പായസം തയ്യാറാക്കണ്ടേ. നമ്മളിപ്പോൾ ഗ്രാമത്തിലാണ്, അതുകൊണ്ട് തന്നെ ഒന്നും പൈസ കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല. എല്ലാം പറിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം ഓർഗാനിക് എന്നൊക്കെ നമുക്ക് പറയാം. ശരിക്കും നല്ല ഒട്ടും തന്നെ മായം ചേർക്കാത്ത, മരുന്ന് തളിക്കാത്ത, നല്ല
പച്ചയായ എന്താ പറയുക നല്ല ഒറിജിനൽ പച്ചക്കറികൾ, അങ്ങനെ നാടൻ പച്ചക്കറികളെല്ലാം വെച്ചിട്ട്. അപ്പോൾ ഞാൻ നോക്കി എന്താ ചെയ്യേണ്ട ഇന്നത്തെ പായസം. അപ്പോൾ ഇവിടെ പച്ചമാങ്ങ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടൊരു പൈനാപ്പിളും പച്ചമാങ്ങയും ചേർത്തൊരു പായസമായിക്കൂടെ, ഒരു പുതുമയായിക്കോട്ടെ നമ്മളുടെ ഇന്നത്തെ പായസം. അപ്പോൾ ഇനി അടുപ്പ് കത്തിക്കാം, കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, എല്ലാവരും ബിസി. അപ്പോൾ നമുക്ക് പായസം തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അടുപ്പൊന്ന് കത്തിക്കണം. അപ്പോൾ ഓമിനി ചേച്ചി ഒന്ന് കത്തിച്ചു, അരിയിടിക്കലൊക്കെ നടക്കട്ടെ, എന്നാലും എന്നെ ഒന്ന് സഹായിക്കുമല്ലോ. അപ്പോൾ ഓമന ചേച്ചിയുടെ സഹായത്തോടുകൂടി അടുപ്പം കത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ അരിയിടിക്കൽ തുടരുന്നു. അപ്പോൾ ജോലിയിലൊരു ചെറിയ ഡിസ്റ്റർബൻസ് ആണ്, അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സഹായം ചോദിക്കുന്നു എന്നുള്ളത്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇനി ഇതൊരു വ്യത്യസ്തമായ പായസമാണ്, പരീക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫറെൻറ്റ്, വളരെ വ്യത്യസ്തം. അപ്പോൾ പച്ചമാങ്ങ കൊണ്ട് പായസമോ എന്താണത്? പച്ചമാങ്ങ ഒരു 2 വലിയ പച്ചമാങ്ങ അല്ലെങ്കിൽ ഒരു 1/2 കിലോ പച്ചമാങ്ങ തൊലിയോടുകൂടി നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്നു. അപ്പോൾ ഇത് സാധാരണ പച്ചമാങ്ങ, ഇതിനെ വേവിച്ച് കഴിഞ്ഞിട്ട് തൊലി കളയണം. തൊലി കളഞ്ഞിട്ട് അതിനുള്ള മാംസഭാഗം അതിങ്ങനെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ഇങ്ങനെ മാങ്ങ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്, തൊലിയെല്ലാം മാറ്റി. ഇനി അതും ആദ്യം അതിലേക്ക് പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര. പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ നല്ല പുളിയല്ലേ, അപ്പോൾ ആ പുളിയൊന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. അപ്പോൾ കുറച്ച് പഞ്ചസാര, 1 കപ്പ് 1.25 കപ്പ് വരെ പഞ്ചസാര ചേർക്കും. അപ്പോൾ ഇത് നന്നായിട്ട്, സാധാരണ പ്രഥമനും പായസമൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ വരട്ടി തന്നെയാണ് ചെയ്യുന്നത്. എന്ത് കാര്യമാണെങ്കിലും, അടയാണെങ്കിലും കടലയാണെങ്കിലും ചെറുപരിപ്പാണെങ്കിലും പഴമാണെങ്കിലും ചക്കപ്രഥമനാണെങ്കിലും ഒക്കെ അതുപോലെ തന്നെ പച്ചമാങ്ങയാണെങ്കിലും നമ്മൾ വറക്കണം. അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ ഒന്ന് മാറി നല്ല മധുരമുള്ള ഒരു മാങ്ങ വറുത്തായിട്ട് മാറ്റുക. അപ്പോൾ 1.5 കപ്പ് പഞ്ചസാര, അതാണ് അളവ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇത് പച്ചമാങ്ങയും പൈനാപ്പിളും. അപ്പോൾ പൈനാപ്പിളും നമ്മൾ പറിച്ച പൈനാപ്പിളാണ്. അപ്പോൾ ആ പൈനാപ്പിൾ തൊലി കളഞ്ഞിട്ട് നീളത്തിലുള്ള ഘനം കുറഞ്ഞ കഷ്ണങ്ങൾ അതും കൂടി പൈനാപ്പിളിന് ഒരല്പം പുളിയുള്ളൊരു കാര്യമാണ്, എത്ര പഴുത്താലും ചെറിയ പുളി. അപ്പോൾ ആ പുളിയും മാങ്ങയുടെ പുളിയും എല്ലാം കൂടി ആകുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷേ ഇതിൻ്റെ എല്ലാം പുളി മാറുന്നൊരു കാര്യമുണ്ട്, പഞ്ചസാര. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് ഒന്നിച്ച് വരണ്ട് വരട്ടെ. പൈനാപ്പിളിൻ്റെ പീസസ് നമുക്ക് കടിക്കാനായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അത് എന്ത് പേസ്റ്റ് പോലെ ആയാൽ പോലും അങ്ങനെ ആകില്ല, കുറച്ച് കടിക്കാനായിട്ട് കിട്ടും. ശരിക്കും നമ്മളെല്ലാം ഇങ്ങനെ പട്ടണത്തിലൊക്കെ ജീവിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ഈ തനിമ, നാടൻ തനിമയൊക്കെ ഒരുപാട് നഷ്ടപ്പെടുകയാണ്, നമുക്കത് കാണാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും ഇതൊരു കൂട്ടായ്മയാണ്. ഇപ്പോൾ എന്നോടൊപ്പം എത്ര ആൾക്കാരുണ്ട്, നമ്മളെല്ലാവരും കൂടി ചേർന്നൊരു സദ്യ തയ്യാറാക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ഏതാണ്ടൊരു മാംഗോ ബാറിൻ്റെ പാകത്തിനായി വന്നുകൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് വറണ്ട് ആ ഒരു സ്റ്റൈലിലേക്ക്. എൻ്റെ മകൻ, ഞാനിപ്പോൾ എന്തായാലും അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ എൻ്റെ പായസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഇപ്പോൾ നല്ലൊരു പൈനാപ്പിളിൻ്റെയും മാങ്ങയുടെ എല്ലാം കൂടി ഒരു സമ്മിശ്രമായ മണമാണ് വരുന്നത്. അപ്പോൾ പാകത്തിന് വരണ്ട് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ 2ാം പാലും 1ാം പാലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 2ാം പാൽ ഏകദേശം ഒരു 4 കപ്പ് റെഡിയാക്കി വയ്ക്കുക. നല്ല ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. ഇത് തേങ്ങാപ്പാലാണ്, തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ, നെടുകിയ പാൽ ആദ്യം. ഈ വരണ്ട് വരുന്ന സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു സമയത്ത് കുറച്ച് നെയ്യും കൂടി വേണമെങ്കിൽ ചേർത്ത്, കുറച്ചുകൂടി ഇച്ചിരി നെയ്യും കൂടി ചേർത്ത് വറക്കാം. എന്നിട്ട് പാലൊഴിച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്നുകൂടി ഒന്ന് കുറുകി ഒരു പായസ പാകമാകുമ്പോൾ നമ്മൾ 1ാം പാൽ ചേർക്കും. ഇച്ചിരി നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ചൂടാണ്, അടുപ്പിൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ പായസം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകട്ടെ. അത് കഴിഞ്ഞിട്ട് എന്ത് എളുപ്പമല്ലേ, പെട്ടെന്നായി. കാര്യം ഇത് നമ്മൾ ഗ്യാസിലൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും എളുപ്പമാണ്.
ഈ അടുപ്പ് കത്തി ചെയ്താൽ പെട്ടെന്ന് കാര്യം നടക്കും, പെട്ടെന്ന് വറണ്ട് കിട്ടും, പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ് അടുപ്പിൽ പാകത്തിൽ. അപ്പം നമ്മളുടെ പായസം ഏതാണ്ട് റെഡിയായി. അരി ആട്ടി തീരാറായി. ഞാൻ പായസം ഉണ്ടാക്കി കഴിയാറ്. ഇനി ഒന്നാമത് വേറെ ഒന്നും ചെയ്യാനില്ല. കുറച്ച് ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഈ ഏലക്കാപ്പൊടി നെയ്യും എല്ലാം ചേർന്ന് വരുമ്പോഴാണ് പായസത്തിൻ്റെ മണം വരുന്നത്. ഇവിടെ ഇപ്പോൾ പായസത്തിൻ്റെ മണം വരുന്നില്ലേ, ഏലക്കായൊക്കെ ചേർത്ത്. റെഡി, ഓക്കെ. ഇനി അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഒരു കാര്യം കൂടി, നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് കിസ്മിസ് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പൂർത്തിയായി. ഇനി കുറച്ച് നെയ്യ് ചൂടാക്കി അണ്ടിപ്പരിപ്പ് വറുത്തിട്ടാൽ മാത്രം. അണ്ടിപ്പരിപ്പ് 100 ഗ്രാം അല്ലെങ്കിൽ 50 ഗ്രാം ഇഷ്ടത്തിന്. ഇതിൻ്റെ കൂടെ കിസ്മിസ്, മുന്തിരി. അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക എല്ലാം പാകത്തിന് മൂത്തു. അതിൻ്റെ നെയ്യോടുകൂടി തന്നെ പായസത്തിലേക്ക് ഒഴിക്കും. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ പച്ചമാങ്ങ പൈനാപ്പിൾ പായസം. ഇതെന്തായാലും എല്ലാ കാര്യവും കഴിഞ്ഞ് ഇവിടുത്തെ പണിയൊക്കെ നടക്കണം. എന്തായാലും എൻ്റെ പായസം റെഡി. ഇനിയിപ്പോൾ ഊണ് സദ്യക്ക് കാലമായി. ഏതായാലും ഇന്നത്തെ ഈ പായസം വളരെ വ്യത്യസ്തം. അപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ പറിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കൊണ്ട് നമുക്ക് പായസം തയ്യാറാക്കാം. അങ്ങനെ നിലവിളക്ക് കത്തിച്ചു കഴിഞ്ഞു. ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് പൂക്കൾ. അപ്പോൾ ഒരു പൂക്കളം മുറ്റത്തുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ഐശ്വര്യമാണ്. ഒരു ദിവസം തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസം, പ്രത്യേകിച്ച് വിശേഷ അവസരങ്ങൾ. സത്യത്തിൽ ഈ ഊഞ്ഞാല് കാണുമ്പോൾ എനിക്കെൻ്റെ കുട്ടിക്കാലമൊക്കെയാണ് ഒരുപാട് ഊഞ്ഞാലിൽ ഇങ്ങനെ ആടി കിണത്തൊരു കാലമുണ്ടായിരുന്നു. സത്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ വിദേശത്തും പട്ടണങ്ങളിലും ഒക്കെ താമസിക്കുന്ന മലയാളികൾക്ക് ഗൃഹാതുരത്വത്തോടുകൂടി ഓർമ്മിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഊഞ്ഞാലൊക്കെ. ഇപ്പോൾ എത്ര പേർക്ക് സാധിക്കുന്നുണ്ടാവും ഊഞ്ഞാലക്കാലം. പക്ഷേ നമ്മളെല്ലാം കൊതിക്കുന്നില്ലേ ഒന്ന് ഊഞ്ഞാലിലാടി ഇങ്ങനെ, എന്താ പറയണ്ടേ, എന്താ സന്തോഷമാണ്. നല്ല രസകരമായൊരു അനുഭവമാണ് ഊഞ്ഞാലാട്ടം. ഇരുന്നാൽ മതിയോ, ഉച്ചയ്ക്കുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കില്ലേ. അപ്പോൾ ഞാനിന്ന് ഒരു അടിപൊളി പായസം ഉണ്ടാക്കാൻ പോകണം. സാധാരണയായിട്ട് നമ്മൾ ട്രഡീഷണൽ പായസങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ പായസം തന്നെയാണ്. വ്യത്യസ്തമായ പായസം എന്ന് പറയുമ്പോൾ കിട്ടാത്ത വിഭവങ്ങൾ കൊണ്ടൊന്നുമല്ല, കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പ്രകൃതി നമ്മൾക്ക് തന്നിരിക്കുന്നത്, നമ്മുടെ ഈ ഒരു എന്താ പറയുക, കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളരുന്നൊരു കാര്യം വെച്ചിട്ട് ഒരു പ്രഥമൻ തന്നെ തയ്യാറാക്കാം. പായസങ്ങളുടെ കൂട്ടത്തിൽ അടപ്രഥമനാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇന്നും ഒരു പ്രഥമൻ തന്നെയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. പക്ഷേ ഇത് അട കൊണ്ടല്ല, ഇത് വെള്ളരിക്ക കൊണ്ടൊരു പ്രഥമൻ. വെള്ളരിക്ക ഒരു പച്ചക്കറിയായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഈ വെള്ളരിക്ക നമ്മൾ കിച്ചടി, പച്ചടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. പക്ഷെ അതുകൊണ്ട് എങ്ങനെ ഒരു പ്രഥമൻ തയ്യാറാക്കാം? അടപ്രഥമൻ തോറ്റുപോകും, നമ്മുടെ വെള്ളരിക്ക പ്രഥമൻ അത് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളരിക്ക പ്രഥമൻ വേണ്ട കൂട്ടെല്ലാം ഇവിടെ റെഡിയാണ്. കാര്യങ്ങളെല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാര്യം എനിക്കിങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഞാനിങ്ങനെ നടക്കുന്നു. എന്നാലും നമ്മുടെ പായസത്തിൻ്റെ കാര്യം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനം നമ്മളെത്തി. എല്ലാം നാടൻ രീതിയിൽ തന്നെ നമ്മൾ അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. നല്ലൊരു ഉരുളിയും അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ കാര്യം, ഇതിലൊരുപാട് ചേരുവകളൊന്നുമില്ല. സാധാരണ ഒരു പ്രഥമൻ ഉണ്ടാക്കുന്ന അതേ രീതിയാണ്. പക്ഷേ വെള്ളരിക്കയാണെന്ന് മാത്രം. വെള്ളരിക്ക ഇങ്ങനെ അടയുടെ ഷേപ്പിൽ, അട എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ മുറിച്ചെടുക്കുക. തൊലി കളഞ്ഞ ഒരു വലിയ വെള്ളരിക്ക ഇങ്ങനെ അട പോലത്തെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഇങ്ങനെ എടുക്കുക. അത് നമ്മൾ ഉരുളിയിലേക്ക്. ഇനി നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം.
അപ്പോൾ നമ്മുടെ വെള്ളരിക്കയുടെ കഷ്ണങ്ങളെല്ലാം തന്നെ ഞാൻ ഉരുളിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഇത് വേകാൻ ആവശ്യമുള്ള തിളച്ച വെള്ളം. വെള്ളരിക്ക എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം വെള്ളമുള്ള കാര്യമാണ്, അതിൽ നിന്നും വെള്ളം ഇറങ്ങും. പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണം. കാര്യം ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചൗരിയും കൂടി ചേർത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ കുറച്ച് ചൗരിയും കൂടി ഇതിനോടൊപ്പം ചേർക്കാം. ചൗരി ഒരു 3 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിന് 3 സ്പൂൺ, അല്ലെങ്കിൽ 1/4 കപ്പ്, കപ്പളവ് പറയുകയാണെങ്കിൽ 1/4 കപ്പ്. ഇതെല്ലാം കൂടി ഒന്നിച്ച് കിടന്ന് നന്നായിട്ടൊന്ന് വേകണം. ഇതെല്ലാം വെന്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മധുരം ചേർക്കുകയുള്ളൂ. കാര്യം എന്താ വെച്ചാൽ മധുരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേകലൊന്നുമില്ല. അപ്പം നന്നായിട്ട് വേകണം. ചൗരയാണെങ്കിലും വെള്ളരിക്കാണെങ്കിലും അത് കഴിഞ്ഞ് മതി മധുരം ചേർക്കൽ. ഈ നാടൻ രീതിയിൽ നമ്മൾ അടുപ്പ് കൂട്ടി ചെയ്യുമ്പോൾ അതിൻ്റെ സ്വാദൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ ഗ്യാസ് അടുപ്പിൽ ചെയ്യുന്നതൊക്കെ എളുപ്പമാണ്, പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ചൊരു വളരെ നാടനായിട്ട് നമ്മൾ വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ അത് അതിൻ്റെ തനതായ രീതിയിൽ തന്നെ ചേർക്കും. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക പ്രഥമൻ്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. വെള്ളരിക്കയും ചൊവ്വയും പാകത്തിന് വെന്തു, കുറച്ച് വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അട വെന്ത് കിടക്കുന്ന പോലെയല്ലേ ഇരിക്കുന്നത്. അടപ്രഥമന് വേണ്ടി നമ്മൾ അട വേവിച്ചു എന്ന് തന്നെ വിചാരിക്കുക, പക്ഷേ ഇത് വെള്ളരിക്കയാണെന്ന് മാത്രം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇനി അതിലേക്ക് 3/4 കിലോ ശർക്കര പൊടിച്ചെടുത്തത്. അപ്പോൾ ഇതൊരു വലിയ വെള്ളരിക്കയാണ്. ഇപ്പോൾ അതേ 3/4 കിലോ ശർക്കര പൊടിച്ചത് നമ്മൾ അമ്മിക്കല്ലിൽ വെച്ചൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. ഇതിൻ്റെ 3/4 കിലോ അളവാണ്. പിന്നെ ശർക്കരയുടെ ഉണ്ട ശർക്കരയാണെങ്കിൽ ഒരു 3 വലിയ ഉണ്ട ശർക്കര, ആ അളവാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ. ഇനി ഇത് രണ്ടും കൂടി കിടന്നിട്ട്, ഇപ്പോൾ ചൗരിയുണ്ട്, വെള്ളരിക്കയുടെ കഷ്ണങ്ങളുണ്ട്, ഇനി ഈ ശർക്കരയും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ട് വരണം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി ഇതിൻ്റെ കൂടെ മിക്സായി. ഇപ്പോൾ ഇത് നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ പൊടിച്ചിടുന്നത്. അല്ലാത്ത ശർക്കര ആണെങ്കിൽ നമ്മൾ അരിച്ച് ഒഴിക്കണം. എന്തായാലും ശർക്കരയും എല്ലാം കൂടി കിടന്നൊന്ന് വരണ്ട് വരണം. വരണ്ട് വരുന്ന കുറേ വരണ്ടിങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ കുറേശ്ശെ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. കാര്യം ഇപ്പോൾ ഇച്ചിരി ചാറായിട്ട് കിടക്കുകയാണ്. ശർക്കരയൊക്കെ ഇങ്ങനെ ഉരുകി നല്ലതായിട്ട് ഇങ്ങനെ ലൂസാണ്. ഇനി ഇത് ടൈറ്റായി തുടങ്ങുമ്പോഴാണ് ഇടയ്ക്ക് കൂടുതലായിട്ട് ഇളക്കി കൊടുക്കുന്നത്. അടി പിടിക്കാൻ പാടില്ല. ആ സ്റ്റേജിലാണ് കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളരിക്കയുടെ കഷ്ണങ്ങളെല്ലാം ശർക്കരയിൽ കിടന്ന് നന്നായിട്ട് വരണ്ട് ഏതാണ്ട് ഇങ്ങനെ ടൈറ്റായി തുടങ്ങി. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വരികയാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വറുത്തിയെടുക്കും. ശരിക്കും നന്നായിട്ട് ശർക്കര വരണ്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ യോജിച്ച് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ പായസം പ്രഥമനൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് രണ്ടാം പാല് തേങ്ങയുടെ 2 പാൽ അതൊഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഏകദേശം ഒരു 4 കപ്പ് 2 പാൽ ഇതിൽ ഉപയോഗിക്കാം. പാലിങ്ങനെ ഒഴിച്ചിട്ട് തിളയ്ക്കും. എന്നിട്ട് ആ 2 പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകണം. പ്രഥമൻ കുറുകി കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയില്ല. അവസാനം ഒരു 1 പാൽ ഒഴിക്കല്, അതൊരു 1-1.5 കപ്പ് നല്ല കട്ടിപ്പാൽ അത്ര ഒഴിച്ച് കഴിഞ്ഞാൽ പ്രഥമൻ റെഡി. 4 കപ്പ് 2 പാലാണ് ഞാൻ ഒഴിച്ചത്. ഇനി ഇത് ഇളക്കി ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ച് കുറുകി വരണം. ഇപ്പോൾ ചൗരിയെല്ലാം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. പായസം ഇങ്ങനെ കുറുകി തുടങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ 1 പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നോക്കൂ, ശരിക്കും വെള്ളരിക്കയുടെ കഷ്ണങ്ങളെല്ലാം തന്നെ അട കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് അടപ്രഥമനല്ലെന്ന് ആരും പറയില്ല. ഇത് കഴിച്ചു നോക്കിയാൽ പോലും മനസ്സിലാവില്ല. അട കടിക്കുന്ന പോലെ തന്നെയാണ്. നോക്കി കഷ്ണങ്ങൾ കിടക്കുന്ന നോക്കും, അടയുടെ പീസസ് കിടക്കുന്നതല്ല. അപ്പോൾ ആ ശർക്കരയൊക്കെ ശരിക്കും നമ്മുടെ വെള്ളരിക്കയുടെ പീസസിൽ ഇങ്ങനെ കഷ്ണങ്ങളിൽ പിടിച്ചിട്ട് നല്ലൊരു അട പോലെ ആയിട്ടുണ്ട്. 1 പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായി ഒരു തിള വന്നു കഴിഞ്ഞാൽ അടുപ്പിൽ നിന്ന് മാറ്റും. അപ്പോൾ ഇനിയൊന്നുമില്ല, നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കുന്നു. 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത്. ഈ ഏലക്കാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു പ്രഥമൻ്റെ മണം വരുള്ളൂ. ഇനി ഒന്നുമില്ല, ഇനി അടുപ്പിൽ നിന്നും മാറ്റും. എന്നിട്ട് അണ്ടിപ്പരിപ്പ് കിസ്മിസും നെയ്യിൽ വറുത്ത് പ്രഥമൻ്റെ മുകളിലേക്ക് അടുപ്പിൽ നിന്നും മാറ്റാം.
ഇനി നമ്മൾ കുറച്ച് നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് കിസ്മിസ് അതിലിരിക്കട്ടെ അല്ലേ, അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മൾ ആ നെയ്യോടുകൂടി തന്നെ പ്രഥമനിലേക്ക് ഒഴിക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും പ്രഥമനിലേക്ക്. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക പ്രഥമൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിങ്ങനെ ആ അലങ്കാരം, അതായത് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്തത് മുകളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. പക്ഷേ ഇളക്കിയിട്ടില്ല, കാര്യം അത് കാണാൻ തന്നെ എന്ത് ഭംഗിയറിയാം. വിളമ്പുന്ന സമയത്ത് ഇളക്കിയാൽ പോരെ, അത് മതി. അങ്ങനെ നമ്മളുടെ പ്രഥമൻ തയ്യാറായി കഴിഞ്ഞു. ഉച്ചയൂണിന് സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷപ്പെട്ട വിഭവങ്ങളുടെ കൂട്ടത്തിൽ, സദ്യകളുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ പ്രഥമനും ഒരു പ്രധാന വിഭവം തന്നെയാണ്.